ഹായ് സോൾസ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ടാരോ റീഡിങ്ങിന് വരുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഞാൻ എല്ലാവരോടും ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയും, സത്യത്തിൽ എനർജി പോവുകയാണ്. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് റീഡിങ്സിനാണോ വരുന്നത്, നിങ്ങളുടെ പേര് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അറിയില്ല, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആണ്, അറിയില്ലെങ്കിൽ നോ ഇഷ്യൂ, ബട്ട് പേര് വേണം ഫസ്റ്റ്. സെക്കൻഡ് കാര്യം പറയാനുള്ളത്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി വാങ്ങുന്നത് 555 ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറേ ജനറൽ റീഡിംഗ് ആണ്, ABCD കുറേ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഒരു 5-6 ക്വസ്റ്റ്യൻസ്, നിയർലി 7 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 ചെയ്യുമ്പോഴായിരിക്കും നല്ലത്. കാരണം ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് റീഡ് ചെയ്ത് വായിക്കാം. ഫോർത്ത് കാര്യം, എന്താണ് പറയുക, വോയിസ് നോട്ടായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് റീഡിങ് വരുമ്പോൾ കറണ്ട് ഫീലിങ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് വേണ്ടത് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി. എനിക്ക് അവർ കറണ്ട് ഫീലിങ്സ് ടാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ വരുമ്പോൾ നിങ്ങളുടെ ABCD സ്റ്റോറീസ് ഒന്നും പറയണ്ട. എനിക്ക് സമയമില്ല കേൾക്കാൻ. ഒന്നാമത് ഞാൻ കേൾക്കാറില്ല, കാരണം അത് ഒരു എനർജി വരികയാണ്. അവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കും എനർജി വരും. സോ ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടൈപ്പ് ചെയ്യുക. വെരി ഷോർട്ട് ആക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം കാർഡിനോട് കഥ പറയാൻ പറ്റില്ല, ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ചെയ്തു അങ്ങനെ അത് പറയാൻ പറ്റില്ല. കാർഡിനോട് പറയാൻ കറണ്ട് ഫീലിങ്സ് ഓഫ് ദിസ് പാർട്ട്ണർ അത്രേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് അത്രയും ഷോർട്ടായിട്ട് വേണം പറയാൻ. അപ്പോഴാണ് കാർഡിനത് കേൾക്കുന്നതും ആ എനർജി ടാപ്പ് ചെയ്യുന്നതും കാർഡ് എനർജി തരുന്നതും, ലൈക്ക് റീഡിങ്സ് തരുന്നതും. ഓക്കെ. പിന്നെ ഒരു കാര്യം മസ്റ്റായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിന് വന്നു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു, എനിക്ക് ഇപ്പോൾ തന്നെ റീഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുള്ള എനർജീസ്, ലൈക്ക് ബുക്ക്ഡ് ഉണ്ടായിരിക്കും റീഡിങ്സ്. എനിക്ക് തന്നെ 24 hours എനിക്കുള്ളൂ. അപ്പോൾ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡെയിലി 4 റീഡിങ്സാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു സ്ലോട്ട് ഒഴിവുണ്ടെങ്കിൽ ഞാൻ പറയും, ഇന്നൊരു സ്ലോട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ റീഡ് ചെയ്ത് തരാമെന്ന് പറയും. ഇനി വരുന്ന ആൾക്കാരുടെ എനർജി കുറച്ച് ഹെവിയാണ്, വളരെ ഈഗോയിൽ വരുന്ന പേഴ്സൺസ് ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റീഡ് ചെയ്യില്ല. ബിക്കോസ് അത് 2 ഡേയ്സെങ്കിലും ഒന്ന് പ്രയർ കഴിഞ്ഞിട്ട് റീഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇത്രയും നാളും റീഡ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആക്കിയതാണ്. കാരണം വളരെ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഉള്ള പേഴ്സൺസൊക്കെ വരുന്നെങ്കിൽ എനിക്ക് 2 പ്രാവശ്യം അങ്ങനത്തെ ഇഷ്യൂസസ് ഉണ്ടായിട്ടുണ്ട്. വളരെ എനിക്കും ഹെൽത്തിന് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രീ റീഡിങ് ചെയ്യാത്തത്. നിങ്ങൾ വരുന്ന ആൾക്കാരുടെ ഓരോ എനർജീസും നമ്മൾക്ക് റീഡ് ചെയ്യുന്ന ആൾക്കാർ എത്ര ഓറ പ്രൊട്ടക്റ്റ് ചെയ്താലും ചില സമയത്ത് നമുക്ക് എത്തും. അത്രയും ഹെവി എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഒരു ടൈപ്പിംഗ് മെസ്സേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് എനർജി ഹീലർ ആയിക്കൊണ്ട്. ഓക്കെ. അപ്പോൾ ആ പേഷ്യൻസ് വേണ്ടി വരും. പിന്നെ അതുപോലെ ചിലവർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഇന്നിപ്പോൾ റീഡ് ചെയ്യുമോ? ഓക്കെ, എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവിടെ 5-6 വേറെ ടാരോ റീഡറിനെ അയച്ചിട്ടുണ്ടായിരിക്കും. എന്തോ ഒരു സാധനം വാങ്ങണോ പോലെയാണ്. ഇതൊരു ഡിവിനേഷനാണ്, യൂണിവേഴ്സാണ് ഇവിടെ ഗൈഡൻസസ് തരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുക, അവരോട് ചോദിക്കും. ഇപ്പോൾ തന്നെ റീഡിങ് കിട്ടുന്ന വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ സാധിക്കുക? ആ ഒരു പേഷ്യൻസ് വേണം. എല്ലാത്തിനും പേഷ്യൻസും ട്രസ്റ്റ് ആൻഡ് പേഷ്യൻസ് മസ്റ്റ് നീഡഡ് ആണ് കേട്ടോ. ഓക്കെ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസസ് ഇന്നായിരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ആ ഇൻഡ്യൂട്ടീവായിട്ട് ആ ഹീലറിന് തോന്നുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, ആ ഹീലിങ് ഒന്ന് കാമായിട്ട് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടൈമിങ്സ് 10 to 5 ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അതിന് ശേഷം അയച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കുകയില്ല, റീഡിങ്സ് എടുക്കുകയില്ല. ആ എന്താ പറയുക, പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല റീഡ് ചെയ്യാനും. അത് പറഞ്ഞു തരാനും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഡിസ്റ്റർബൻസ് ചെയ്യരുത്. റീഡിങ്സ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്ഡേറ്റ്സ് ഇങ്ങനെ പറഞ്ഞേ എനിക്കിങ്ങനെ സംഭവിച്ചു, അതിൻ്റെ താല്പര്യമില്ല. റീഡിങ്സ് ചെയ്യുന്നു, ഗൈഡൻസ് തരുന്നു, ഫോളോ ചെയ്യാൻ പറയുന്നു, പോകുന്നു. പിന്നെ ഞാൻ ചിലവരോട് പറയും 21 days കഴിഞ്ഞിട്ട് വന്നിട്ട് മെസ്സേജ് ചെയ്യാൻ പറയും, അവരുടെ എനർജി എങ്ങനെയുണ്ട്, ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ ഒരു അപ്ഡേറ്റ്സും പറയേണ്ട ആവശ്യമില്ല. പിന്നെ റിവ്യൂസിന് പറയാറുണ്ട്, ചേച്ചി എനിക്കിങ്ങനെ സംഭവിച്ചു, സക്സസ് സ്റ്റോറീസ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത് ചാനലിടുമ്പോൾ കുറേ പേർക്ക് അത് ഹാപ്പിനെസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിപ്പോൾ ടാരോ എന്നല്ല, ഇതൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലും ഇത് ഫോളോ ചെയ്യുമ്പോൾ വളരെ നല്ലതായിരിക്കും. ഡിസ്റ്റർബൻസസ് വേണ്ട. പിന്നെ നിങ്ങളത് കാമായിട്ട് ഇരിക്കുക. എപ്പോഴും പൈസ അയക്കുമ്പോഴും ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോഴും പോയി സുഹൃത്തുക്കളുമായി വരും. നല്ല അഫോർമേഷൻസോട്, നല്ല മനസ്സോടും നിങ്ങൾ തൃപ്തിയോടെ അയക്കുക. നിങ്ങൾക്കും അബണ്ടൻസ് ഓഫ് മണി ഫ്ലോ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു ഹീലറിൻ്റെ അടുത്ത് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹീൽ ചെയ്ത് കുഞ്ഞ് റീഡിങ് എടുത്ത് പോയാലും നമ്മുടെ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പല ഇഷ്യൂസസും ഓട്ടോമാറ്റിക്കലി അവിടെ ക്ലിയർ ഓഫ് ചെയ്ത് പോവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദയവ് ചെയ്തിട്ട് പിന്നെ ഞാൻ കോൾസ് ചെയ്യില്ല. വീഡിയോ കോൾസ് അങ്ങനത്തെ നിർബന്ധമുള്ളവർ ചിലവർ വന്നിട്ട് പറയുമ്പോൾ അത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ വോയിസ് നോട്ട് അയച്ചു കൊടുക്കുകയാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്, അല്ലെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത്. കാരണം കോൾസൊക്കെ ചെയ്യുമ്പോൾ ആ എനർജി പെട്ടെന്ന് ടാപ്പ് ചെയ്യുകയോ ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നിയമങ്ങൾ. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് എൻ്റെ അടുത്ത് വന്ന് റീഡിംഗ് എടുക്കാം. റീഡിംഗ് സെക്യൂറേറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ഗൈഡൻസസ് ആയിരിക്കും. എൻ്റെ കൂടെയുള്ള ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങളിലേക്കും വരികയാണ് ഓട്ടോമാറ്റിക്കലി. പിന്നെ ചിലവർ അവരുടെ ഈഗോ സ്വഭാവം കാണിച്ച് റേറ്റൊക്കെ പറയുമ്പോൾ ചീത്ത പറഞ്ഞൊക്കെ പോവാറുണ്ട്. ഞാൻ അതൊന്നും പറയാറില്ല. ചിലവർ അറിവില്ലാത്തവർ, വർക്ക് ചെയ്യാത്തവർക്ക് ഈ മണിയുടെ വാല്യൂ അറിയില്ല. ഓക്കെ, എന്നിട്ട് അവർ തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട്. അവർ വേറെ റീഡറിനകത്ത് ചെയ്യുന്നു. അവർ ജസ്റ്റ് ചോദിച്ചത് മാത്രം പറഞ്ഞു, പിന്നെ മെസ്സേജ് അയച്ച റിപ്ലൈ തരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി തെറ്റിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അപ്പോളജൈസ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എനർജി നല്ലതായിട്ട് തോന്നിയില്ലെങ്കിൽ പിന്നെ റീഡിങ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. ഇവിടെ മണി മൈൻഡഡ് അല്ല, മണി അല്ല ഇമ്പോർട്ടൻസ്. ചെയ്യുന്ന പ്രവൃത്തി അക്യുറേറ്റ് ആയിട്ടും ട്രസ്റ്റോടും ലോയലായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് വിശ്വാസം. ചിലരുടെ എനർജി കണ്ടാൽ അറിയാം, ഇന്ന് ചെയ്ത് കൊടുക്കാൻ പാടില്ല തന്നെ, അപ്പോൾ തന്നെ ഗൈഡൻസസ് കിട്ടും. 2 days പേഷ്യൻസ് പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് ഇപ്പം തന്നെ റീഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ വായിക്കുന്ന ആൾ റീഡർ വെറുതെ ഇരിക്കുകയല്ല, അവർക്കും പല പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് സോൾ പർപ്പസാണ്. അപ്പോൾ അവർക്കും സമയമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പുതിയതായിട്ട് വരുന്നവർക്ക് എഗെയിൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തർക്ക് വോയിസ് അയച്ച് കൊടുക്കാൻ എനിക്ക് സമയമില്ല. എനർജി വേസ്റ്റ് ആവുകയാണ്. ഈ സംസാരിക്കുമ്പോൾ തന്നെ കുറേ എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. എനിക്ക് തന്നെ രാത്രിയൊക്കെ ചില സമയത്ത് ശബ്ദം കുറവ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ക്ലാസ് എടുത്തിട്ടും റീഡ് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ അയക്കില്ല. സോ ദയവ് ചെയ്ത് എനർജീസിനും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഗൈഡൻസസ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. സോ ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ രാത്രി ഒരു 5 മണി 6 മണിക്ക് ശേഷം എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കും. പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവരുണ്ട്, അത് ജെന്യുവൻ ടാരോ റീഡിങ്ങിനാണെങ്കിൽ ജസ്റ്റ് ഹായ് മാം അല്ലെങ്കിൽ ഹായ്, എനിക്ക് ടാരോ റീഡിങ് ആവശ്യമുണ്ട്, ഇതാണ് ക്വസ്റ്റ്യൻ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ബുക്കായിരിക്കും. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും റീഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത്ര ഞാനിപ്പോൾ 2-3 കൊല്ലം ചെയ്യുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളത്. കോമൺ ആയിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് അറിയുന്നില്ല എങ്ങനെ പറയണം, എങ്ങനെ ഇതാക്കണമെന്ന്. സോ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ കം ഫോർ റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡൻസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗൈഡൻസ് മെഡിറ്റേഷൻസ് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട്. ചിലവർ വരുമ്പോൾ ചിലർക്ക് ഭയങ്കര ഡീപ്പ് ട്രോമ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഞാൻ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് കൊടുക്കാറില്ല. ഞാൻ പറയും ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ആദ്യം ഈ മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല രീതിയിൽ എനർജി എക്സ്ചേഞ്ച് അവിടെ ആവശ്യമാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് വ്യത്യാസങ്ങൾ വരാറുണ്ട്. സോ ദിസ് ഇസ് ഹൗ ഐ ഡു. ഇതാണ് ഞാൻ പഠിച്ച മീൻസ് ഇത്രയും നാൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസസ്. കാരണം ഓരോ ക്ലയൻസ് വരുമ്പോൾ ഓരോ എനർജി വെച്ചിട്ട് എനിക്കറിയാം ഇവർക്ക് എന്താണ് കൊടുത്താലാണ് അവർക്ക് മാറുകയാണ്. എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. ഓക്കെ, സോ താങ്ക് യു.